ചലച്ചിത്ര സംവിധായകൻ ശ്രീ എം.എ. നിഷാദ്. താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അറിയാനുള്ള താല്പര്യം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ശ്രീ കെ.ജെ. ജേക്കബ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ജേക്കബ് സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താണ് കേരളമെന്നുള്ളത് ഇനിയും മനസ്സിലാക്കാതെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂപമണ്ഡുകളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരം ആളുകൾക്ക് കേരളത്തെ വർഗീയതയുടെ ഒരു വിളക്കൂറുള്ള മണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ പരിശ്രമങ്ങൾ വിജയിച്ചിട്ടുമില്ല. ഏതൊക്കെ തരത്തിൽ പേരുമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പോയാലും, ഏതൊക്കെ തരത്തിൽ വർഗീയത പടച്ചുവിട്ടാലും, ഇതുപോലെയുള്ള പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിയാലും, അതുപോലെ തന്നെ രോമസിംഹനെ പോലുള്ള ആളുകൾ മലബാർ കലാപത്തെ വേറെ പുഴ മുതൽ പുഴ വരെയോ അങ്ങനെ എന്തോ ഒരു പടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു. സിനിമ സാംസ്കാരികമായിട്ട് ഒരു അധിനിവേശം നടത്താൻ നോക്കി ഇവരുടെ രീതിയിൽ. ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞു, വസ്ത്രത്തെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ വർഗീയത വിളമ്പാൻ നോക്കുന്നു അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നും അഭംഗുരം തുടരുകയാണ്. പക്ഷേ കേരളം അതിനെയൊക്കെ ഈ നൊട്ടിക്കളയുന്ന പോലെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോന്നുമായിട്ട് അവർ വരും, എല്ലാം പരാജയപ്പെട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട്, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരെ, ഇത് കണ്ടിട്ടും ചിലർക്ക് ഇപ്പോഴും വെളിച്ചപ്പാടൊന്നും വന്നില്ലെങ്കിൽ, വെള്ളിയാഴ്ച ഇപ്പോഴും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെളിവ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതല്ല കേരളമെന്ന് കേരളം പല ആവർത്തി മനസ്സിലാക്കി കൊടുത്തതാണ്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കേരളം വ്യത്യസ്തമാകുന്നു എന്നുള്ളതിൻ്റെയും തെളിവാണിത്. അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി മനസ്സുകളാണ് ഒന്നിച്ചത്. അവിടെ ജാതിയോ മതമോ വേറെ ഒന്നുമില്ല. നമ്മൾ പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് മലയാളി, എന്താണ് ഐക്യം എന്ന് ഓരോ ദിവസവും മലയാളി ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ ചിലതൊക്കെ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ സാക്ഷര കേരളം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളം ദ റിയൽ കേരള സ്റ്റോറിയല്ല, ഇത് റിയൽ കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ദ റിയൽ കേരള ഫാക്റ്റ്, അതെന്താണെന്നുള്ളത് ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജേക്കബ് സാറ് പറഞ്ഞതിലേക്ക് തന്നെ വരുവാണെങ്കിൽ, നമുക്കുള്ളൊരു ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സത്യമാണ്, ഒരുപാട് പേര് ഇതിൽ അല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഗിമിക്സുകൾ കാണിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പിടിവിട്ടിട്ട് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ പേരുമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നു ചിലർ ഇതുപോലെയുള്ള കേരള സ്റ്റോറി പോലെയുള്ള പ്രൊപ്പഗൻഡ സിനിമകൾ പല സ്ഥലങ്ങളിൽ കാണിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മനസ്സിലാക്കുന്നത്, ഇവർ യഥാർത്ഥത്തിൽ ഗ്രഹപാഠമൊന്നും നടത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓരോ സ്ഥലത്ത് ഇവർക്ക് രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒട്ടും വർഗീയത ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ജനതയുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇവർ കൂടുതൽ അപഹാസ്യരാകുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ പ്രസ്ഥാനത്തിൽ വാജ്പേയിസ്റ്റുകളൊക്കെ വളരെ കുറഞ്ഞു. അവർ ഉത്തരേന്ത്യയിൽ പയറ്റി തെളിഞ്ഞ സാധനം വീണ്ടും കൊണ്ടുവരികയാണ്, പല രീതിയിൽ. പക്ഷെ അതൊന്നും ഇവിടെയും തമിഴ്നാട്ടിലും ഒരു തരത്തിലും അത് അക്സെപ്റ്റബിൾ അല്ല. ജനങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ആകെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനതാണ് ഈ കൂവമണ്ഡപം എന്ന് പറയുന്ന കാര്യം, ആകെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഇടതുപക്ഷ അനുയായികളോ അതും അല്ലെങ്കിൽ ശരിപക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ വന്ന് പോസ്റ്റ് ചെയ്തവൻ്റെ മതം നോക്കി, പേര് നോക്കി വർഗീയത വിളമ്പാവുന്നല്ലാതെ വേറെ എന്താണ് ഇവർക്കുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? അത് കേരളത്തിലെ ജനം തിരിച്ചറിയുകയും ചെയ്യും. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ മൃദു സമീപനവുമായിട്ട് നടക്കുന്ന മതേതരം വിളിച്ചു പറയുകയും മനസ്സിൽ വേറെ വെക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യം കേരളം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷത്തെ കേരളം വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, രാഷ്ട്രീയക്കാർക്ക് ഇനിയെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്.